ഹലോ നമസ്കാരം. എൻ്റെ പേര് പൊന്നച്ചൻ. ഞാൻ മൂവാറ്റുപുഴ താലൂക്കിലെ കല്ലൂർക്കാട് എന്ന പ്രദേശത്താണ് എൻ്റെ വാസം. ഞാനൊരു യൂറോളജി സംബന്ധമായ ഒരു രോഗം വന്നപ്പോൾ ഞാൻ തൊടുപുഴത്തെ നല്ല പേര് കേട്ട ഒരു ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയി. അവർ 2 പ്രാവശ്യം അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു. ആദ്യത്തെ പ്രാവശ്യം ചെയ്തിട്ട് എന്നോട് പറഞ്ഞ് ചെറിയ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞ് എനിക്ക് 1 മാസത്തെ മരുന്ന് തന്നു വിട്ടു. 1 മാസം ഞാൻ പുറത്തുനിന്ന് ലാഭം നോക്കി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മേടിച്ച് കഴിച്ച് 2 മാസമായപ്പോഴത്തേക്കും എൻ്റെ ആ അസുഖം മാറി വേറൊരു അസുഖമായിട്ട് മാറി. രാത്രിയിൽ 5 പ്രാവശ്യം എനിക്ക് തുടർച്ചയായിട്ട് 10 മണിക്ക് ശേഷം 5 പ്രാവശ്യമായിട്ട് മൂത്രമൊഴിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ ഞാൻ ആ ആശുപത്രിയിൽ തന്നെ വേറൊരു ഡോക്ടറെ ആശുപത്രിയിലെ തന്നെ 2ാമത് ഡോക്ടറെ കണ്ടു. ആദ്യത്തെ ഫയലെല്ലാം അങ്ങനെ എടുത്ത് നോക്കിയിട്ട് 20 ദിവസത്തേക്ക് മരുന്ന് എഴുതി തന്നു വിട്ടു. പക്ഷേ എൻ്റെ 5 പ്രാവശ്യത്തെ മൂത്രമൊഴിക്കൽ കുറഞ്ഞു വന്നപ്പോൾ 20 ദിവസമായപ്പോഴത്തേക്ക് എൻ്റെ മൂത്രം പോകാത്തൊരു അവസ്ഥയിലെത്തിയപ്പോൾ വീണ്ടും ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്നു. ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടു, സാറേ എൻ്റെ അടിവയറ്റിലിരുന്നൊരു വേദനയുണ്ട്, വേറെ എന്തെങ്കിലും ക്യാൻസറോ വല്ലതും ആണോ എന്ന് ഭയപ്പെട്ട് ഞാൻ പറഞ്ഞു ഒരു അൾട്രാസൗണ്ട് കൊണ്ട് ചെയ്യാം സാറേ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെയ്യിച്ചിട്ടും ആ 2ാമത്തേലും കണ്ടുപിടിച്ചില്ല. ഞാൻ അവസാനം എറണാകുളത്തെ 2 പ്രമുഖ പേരുകേട്ട ആശുപത്രിയിൽ പോയി. അവരുടെ അടുത്തും അൾട്രാസൗണ്ട് ചെയ്തിട്ട് അവരും കണ്ടുപിടിച്ചില്ല. ഒരേ അടുത്ത് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു 1 മാസത്തിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഓസ്ട്രേറ്റിക് ഗ്രന്ഥിക്ക് വീക്കാണ് അവർ കണ്ടുപിടിച്ചത്. 1 മാസത്തിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ എൻ്റെ ബ്ലാഡർ ഡാമേജ്ഡ് ആയി പോകുമെന്ന് പറഞ്ഞു. ഞാൻ തൊട്ടടുത്തൊരു ആശുപത്രിയിൽ വേറെ പോയി. ആദ്യം പോയി ആശുപത്രിയുടെ പേരൊന്നും ഞാൻ അവിടെ പറഞ്ഞില്ല, പോയ കാര്യം പറഞ്ഞില്ല. അവർ അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു ഓസ്ട്രേറ്റിക് ഗ്രന്ഥിക്ക് ഇച്ചിരി വീക്കമേ ഉള്ളൂ, 2 മാസത്തെ മരുന്ന് കഴിക്കാൻ പറഞ്ഞ് 2 മാസത്തെ മരുന്നും മേടിച്ചുകൊണ്ട് വന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ മോൻ്റെ സംശയം തീരാത്തതുകൊണ്ട് ഞാനിവിടെ അപ്പോളോ ഹോസ്പിറ്റലിൽ വരാനുള്ള കാരണം ഞങ്ങളാരും ഈ ഹോസ്പിറ്റലിലോട്ട് വരാറില്ല. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് എപ്പോഴും എറണാകുളത്താണ് ഫേമസ് ആശുപത്രികൾ ഉള്ളത്. എൻ്റെ ഒരു മൂത്ത പെങ്ങളെ കെട്ടിച്ച അങ്കമാലിലായതുകൊണ്ട് അങ്ങേർക്ക് ഇതുപോലൊരു അസുഖം വന്ന് അങ്ങേര് വേറൊരു ആശുപത്രി ചെന്നപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഇവിടുത്തെ റോയ് ജോൺ സാറ് അത് ഓപ്പറേഷൻ കൂടാതെ മരുന്ന് കൊണ്ട് മാറ്റി അങ്ങേര് സുഖം പ്രാപിച്ചതുകൊണ്ടാണ് ഞാൻ ഈ ആശുപത്രിയെ പറ്റി അറിഞ്ഞത്. ഇവിടെ വന്ന് റോയ് ജോൺ സാറിനെ കണ്ടു. 3 ആശുപത്രി പോയ കാര്യം ഞാൻ അങ്ങേരിൽ നിന്ന് മറച്ചു വെച്ചു. പുതിയതായിട്ട് എല്ലാ ടെസ്റ്റിനും ഞാൻ വിധേയനാവുക എന്ന് പറഞ്ഞു. എന്നെ അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ അവിടുത്തെ ചെയ്ത ഡോക്ടർ എന്നെ പറഞ്ഞു എൻ്റെ കല്ലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അങ്ങേരോട് പറഞ്ഞില്ല, വേറെ ആശുപത്രി പോയിട്ട് കണ്ടുപിടിച്ചില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല. റോയ് ജോൺ സാറിനെ അവസാനം വന്ന് കണ്ടപ്പോൾ റോയ് സാറിൻ്റെ അടുത്തും ഞാൻ ഇപ്പോഴാണ് പറയണേ, അന്നും ഞാൻ പറഞ്ഞില്ല. പുള്ളി പറഞ്ഞു നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാനൊരു എൻഡോസ്കോപ്പി ചെയ്യാമെന്ന് പറഞ്ഞ് എന്നെ എൻഡോസ്കോപ്പി ചെയ്ത് കല്ല് കാണിച്ചു തന്നിട്ടാണ് ഞാൻ ഇവിടെ ഓപ്പറേഷന് വിധേയനായത്. ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്ത സമയത്ത് മാത്രമാണ് ഞാൻ ഇവരോട് പറഞ്ഞത്. എന്നുവെച്ചാൽ ഇവർ അറിയാതെ പൊങ്ങിപ്പോകരുതെന്ന് കൊണ്ടാണ് ഞാൻ മറച്ചു വെച്ചത്. പോകാൻ നേരത്തെ എനിക്ക് വളരെ നന്ദിയോടെ ഞാൻ ഇവരോട് പറഞ്ഞു. എന്നാ വെച്ചാൽ നമ്മൾ പ്രൈവറ്റ് ആശുപത്രിയിൽ പൈസ മുടക്കി ചെല്ലുമ്പോൾ അതിൻ്റേതായ ഒരു പ്രതിഫലം നമുക്ക് കിട്ടണം, നല്ല പരിചരണം കിട്ടണം എന്നുള്ള ശരിയായ രീതിയിൽ ഡയഗ്നോസിസ് ചെയ്യാൻ അവർക്ക് സാധിക്കണം. നമ്മൾ കാശും സമയവും കളഞ്ഞിട്ടാണ് ചെല്ലണത്. പക്ഷേ ഈ ആശുപത്രിയിൽ വന്നതുകൊണ്ട് എനിക്ക് വളരെ നന്ദിയാണ്. എൻ്റെ ഒരു സമാധാനമായി. അതിന് ഞാൻ ഈ ആശുപത്രിയോട് എന്നും കടപ്പെട്ടിരിക്കും.